പറഞ്ഞ SOF നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ കറന്റ് ലയബിലിറ്റി ഉദ്ദേശിക്കുന്നത്? 12 months-നുള്ളിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യേണ്ട ബാധ്യതകളെയാണ് എന്ന് വിളിക്കുന്നത്. കൂടുതലെടുത്ത് നിങ്ങൾ പേ ചെയ്യേണ്ട ബാധ്യതകളെയാണ് നോൺ കറന്റ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഐഡിയ ക്ലിയർ? സോ other one is non current liability. So current liability payable within more than 12 months. And current liability payable within and also നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോൺ കറന്റ് ലോങ് ടേം ബാങ്ക് ലോൺസ് അതൊക്കെയാണ് ലോങ് ബാങ്ക് ലോൺ. അതുപോലെ തന്നെ ലോങ് ടേം ബാങ്ക് ലോൺ വരും. ഇനി പറയാൻ പോകുന്ന കാര്യം ജസ്റ്റ് കേട്ടാൽ മതി. ഡിബെഞ്ചേഴ്സ് ഓർ ലോൺസ് ഓർത്ത് വെച്ചേക്ക്. ഇറ്റ് ഇസ് എ ലോങ് ടേം ലയബിലിറ്റി ആണ്. ഓക്കെ, ഇനി കമ്മിങ് ടു കറന്റ് ലയബിലിറ്റീസിന്റെ കേസിലേക്ക്, ട്രേഡ് പേയബിൾ or creditors. ട്രേഡ് റിസീവബിൾസ് എന്തായിരുന്നു? നമ്മൾ സാധനം കടത്തിന് വെച്ചിട്ട് നമുക്ക് പൈസ തരാനുള്ളത്. അപ്പൊ എന്തായിരിക്കും ട്രേഡ് പേയബിൾ? എപ്പോ നമ്മൾ കടത്തിന് സാധനം വാങ്ങിയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല അവർക്ക്, നമുക്ക് അതിന് പകരം ഒരു ബാധ്യതയാണ് വന്നിരിക്കുന്നത്. ആ ബാധ്യതയുടെ പേരാണ് ട്രേഡ് പേയബിൾ. സോ ബിസിനസ് ഇവിടെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് പർച്ചേസ് നടത്തി. ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടില്ല. സോ ബിസിനസ്സിന് അത് പേയ്മെന്റ് കൊടുക്കുന്നിടം വരെ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ പേരാണ് ട്രേഡ് പേയബിൾ. Is idea clear? So remember trade payable and bank overdraft കേട്ടിട്ടുണ്ടോ? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് നമ്മുടെ നമ്മളെക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നോർമൽ ഇൻഡിവിജ്വൽസ് അല്ല, ബിസിനസ് രജിസ്റ്റേർഡ് ബിസിനസ്സുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ പറ്റും. സോ എങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ അക്കൗണ്ടിൽ 10 rupees ഉള്ളതെന്ന് വിചാരിക്കാം. ബട്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എന്റെ അക്കൗണ്ടിലുള്ള എന്ത് പേ ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് പേ ചെയ്ത്. എങ്ങനെയാ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ? ഇല്ല. നിങ്ങൾ ആ കാർഡ് വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് ഇന്ന ഡേറ്റിനുള്ളിൽ നമ്മൾ ആ പൈസ മൊത്തം എന്ത് ചെയ്താൽ മതി? തിരിച്ചു കൊടുത്താൽ മതി. സോ നോർമലി ഹൗ ഡസ് ക്രെഡിറ്റ് കാർഡ് വർക്ക്? ലെറ്റ്സ് സേ എന്റെ അടുത്ത് 80,000 ലിമിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഈ ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7th of every month ആണ് ഇത് ഞാൻ സെറ്റിൽ ചെയ്യേണ്ടത്. എന്റെ അക്കൗണ്ട് ബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ റുപ്പീസ് ഓക്കെ, ശരിക്കുള്ള എന്റെ അക്കൗണ്ട് ഐ ഗോ ഫോർ ഷോപ്പിംഗ്. ശരിക്കുള്ള അക്കൗണ്ട് ബാലൻസ് വെച്ച് എനിക്ക് എത്ര രൂപയുടെ സാധനം വാങ്ങാൻ പറ്റത്തുള്ളൂ? 50 rupees സാധനം വാങ്ങാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇഫ് ഐ ഹാവ് എ ക്രെഡിറ്റ് കാർഡ് ക്ലിയർ എന്റെ അക്കൗണ്ട് ഇല്ല, പക്ഷെ ക്രെഡിറ്റ് റെഡീമാണ്. മനസ്സിലായോ? അക്കൗണ്ട് ഉള്ളതിനേക്കാളും കൂടുതൽ എമൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ എനിക്ക് ചെയ്യാം. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു 75,000 rupees ഷോപ്പിംഗ് നടത്തി. നോ പ്രോബ്ലം. ആൻഡ് ദിസ് ഇസ് ഹാപ്പനിങ് ഓൺ 15th May 2025 ഞാൻ ഈ ഷോപ്പിംഗ് നടത്തുന്നത്. ഓക്കെ, എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരും. ഞാൻ ബാങ്കിന് എത്ര കൊടുക്കാനുണ്ട്? എന്റെ അക്കൗണ്ടിൽ നല്ല പൈസ എടുത്ത് ടെക്നിക്കലി ബാങ്കിലേക്ക് കടത്തുന്ന പോലെയാണ്. എത്ര തന്നിരിക്കുന്നത്? 75,000 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരും. എനിക്ക് എത്ര സാവകാശമുണ്ട്? 7th June വരെ സാവകാശമുണ്ട്.
അതല്ല എന്റെ സെറ്റിൽമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7th of every month. സോ ഈ മന്തിൽ അതായത് 15th മെയിൽ ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത മാസത്തിന്റെ 7th ജൂൺ വരെ അത്രയും ഗ്യാപ്പിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എമൗണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 7th ജൂണിനുള്ളിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? അടച്ചു തീർത്താൽ മതി. ക്ലിയർ? 7th ജൂണിൽ ഞാൻ അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ എന്തുകൂടെ പേ ചെയ്യണം? ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ദിസ് ഇസ് ഹവർ ക്രെഡിറ്റ് കാർഡ് വർക്ക്സ്. സംഭവം മനസ്സിലായോ? സോ എന്റെ അക്കൗണ്ടിൽ വെറും 50 rupees ഉള്ളപ്പോൾ എനിക്ക് എത്ര രൂപയാണ് ചെലവാക്കാൻ പറ്റി? 75 ചെലവാക്കാൻ വേണ്ടി പറ്റി. എന്റെ അക്കൗണ്ട് ഉള്ളതിനേക്കാളും കൂടുതൽ എമൗണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. So overdraft also works like this. An account balance okay. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചു തീർക്കണം. ലൈക്ക് ഷോർട്ട് ടേം ലോൺ അല്ലേ ഇത് ശരിക്കും? I have to pay within 7th of every month എന്ന് പറയുമ്പോൾ ഒരു മാസം കൂടി ഞാൻ സെറ്റിൽ ചെയ്യേണ്ട ലയബിലിറ്റി ആണ്. ആണല്ലോ? So this is a short term liability. Bank overdraft. ഇനി ഞാൻ 7th മേക്ക് ജൂണിൽ അടച്ചു തീർക്കാൻ പറ്റിയില്ല, എനിക്ക് എന്തുകൂടെ വരും? ഒരു ഇൻട്രസ്റ്റ് കൂടെ കയറി വരും. ഓവർഡ്രാഫ്റ്റ് ഓൾസോ വർക്ക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നെയാണ് ഓവർഡ്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്റെ അക്കൗണ്ടിൽ 10,000 rupees ഉള്ളൂ, പക്ഷെ എനിക്ക് ഒരു 80,000 എക്സ്പെൻസ് വരും, ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വരുവാണ്, എനിക്ക് ഓവർഡ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് അത് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിലൂടെ എന്തുകൂടെ വേറെ ചെയ്യുക? ഇൻട്രസ്റ്റ് കൂടെ വേറെ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇസ് ഐഡിയ ക്ലിയർ? ക്ലിയർ ആണ് സംഭവം? ഇനി യൂഷ്വലി എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് FM-ലേക്കുള്ള ഒരു കാര്യമാണ്. ട്രേഡ് റിസീവബിൾസിന്റെ മീനിങ് എന്താ? നമ്മൾ സാധനങ്ങൾ കടത്തിന് വിറ്റ ആൾക്കാർ ആണല്ലോ. സോ ലെറ്റ്സ് സേ ടുഡേ ഐ മെയ്ഡ് എ ക്രെഡിറ്റ് സെയിൽ. ഇന്ന് ഞാൻ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തി ഓഫ് ₹25,000. ക്രെഡിറ്റ് സെയിലാണ്. അപ്പൊ ഞാൻ എന്റെ കസ്റ്റമറിനോട് പറഞ്ഞു 30 ദിവസത്തെ സാവകാശം തരാം, അതിനുള്ളിൽ സെറ്റിൽ ചെയ്താൽ മതി. ഓക്കെ, 30 days സാവകാശം കൊടുത്തു. അപ്പൊ 30 daysലേക്ക് എന്റെ പൈസ ഉണ്ടാകത്തില്ല. ഇനി ഈ 30 days എന്റെ ബിസിനസിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണ്ടേ? ഐ ഡോണ്ട് ഹാവ് എനി മണി. അപ്പൊ ഞാൻ പോയി എന്തെടുക്കും? ഓവർഡ്രാഫ്റ്റ് എടുക്കും. ഓക്കെ, ഫോർ 30 days I take an overdraft. You got the idea? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് റിസീവബിൾസ് എനേബിൾ ചെയ്യുന്നത്? അതായത് നമുക്ക് എങ്ങനെ ക്രെഡിറ്റ് സെയിൽ നടത്താൻ പറ്റുന്നത്? ബിക്കോസ് വി ഹാവ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ അടുത്ത് സ്വന്തമായിട്ട് കാശ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓവർഡ്രാഫ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ക്യാഷ് സർപ്ലസ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടേതായ കാശ് ഇല്ലാത്ത ഒരു കേസില് നിങ്ങൾ ഇങ്ങനെ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്? ഓവർഡ്രാഫ്റ്റ് എടുത്തിട്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ഓവർഡ്രാഫ്റ്റ് ഈ പൈസ കിട്ടിയാലേ നമുക്ക് നമ്മുടെ ട്രേഡ് പേയബിളിനുള്ള പൈസ കൊടുത്തു തീർക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കണം. നമ്മുടെ കസ്റ്റമർ നമുക്ക് പൈസ തന്ന കണക്ഷൻ മനസ്സിലാവുന്നുണ്ട്, ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്. 10,000 rupee കടത്തിന് സാധനങ്ങൾ വാങ്ങും, ക്രെഡിറ്റ് പർച്ചേസ് നടത്തും, സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാനൊരു 10 days സാവകാശമായിരിക്കും ചോദിക്കും. ഓക്കെ, 10 വേണ്ട, ഞാനൊരു 35 days സാവകാശമായിരിക്കും ചോദിക്കുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ ഇത് 25 rupees ക്രെഡിറ്റ് സെയിൽ നടത്തും. അപ്പൊ തന്നെ കാശ് കിട്ടുന്നില്ല എനിക്ക്. ഞാൻ അവർക്ക് ഒരു 30 days സാവകാശം കൊടുക്കും. സിറ്റുവേഷൻ മനസ്സിലായോ? ഞാൻ 35 ദിവസത്തെ സാവകാശത്തിന് സാധനങ്ങൾ കടത്തിന് വാങ്ങും ഫോർ 10,000 rupees. എന്നിട്ട് ഞാൻ ആ സാധനം ക്രെഡിറ്റ് സെയിൽ നടത്തും. എത്രയൊക്കെ? 25,000 ക്രെഡിറ്റ് സെയിൽ നടത്തും. ഞാൻ എത്ര സാവകാശം കൊടുക്കും കസ്റ്റമേഴ്സിന്? 30 days ക്രെഡിറ്റ് പീരീഡ് കൊടുക്കും. സോ 30 days കസ്റ്റമേഴ്സ് എനിക്ക് പേയ്മെന്റ് തരുമ്പം ഞാൻ ആ ക്യാഷ് ആർക്ക് എടുത്തു കൊടുക്കും? ഇത് ട്രേഡ് പേയബിൾ ഡേയ്സ്, ട്രേഡ് പേയബിൾ എടുത്ത് കൊടുക്കും. ഐഡിയ ക്ലിയർ? ഇങ്ങനെയാണ് ശരിക്കും ഒരു സൈക്കിൾ നടക്കാറുള്ളത് പൊതുവെ ബിസിനസ്സുകളുടെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാ റെഡി ക്യാഷ് ഉണ്ടാവത്തില്ല. ക്രെഡിറ്റ്
they sell on credit, and once they get the payment, they give it to their sale നടത്തുമ്പോൾ വരുന്നതാണ് trade receivables. Credit purchase നടത്തുമ്പോൾ വരുന്നതാണ് trade payables. സംഭവം എന്താണെന്ന് മനസ്സിലായോ? Did you understand the whole working here? Clear ആണോ? മഹിറ? Clear. So what we are writing about trade payable. So what is the meaning of trade payable? These are individuals or that money ബിസിനസ്സിന് പൈസ തരാനുള്ളവര്. owes money to the business. നമുക്ക് പൈസ തരാനുള്ളവര്. And this is a consequence of what? എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് trade payables വരുന്ന consequence of credit? നമ്മൾ ക്രെഡിറ്റ് വാങ്ങുമ്പോഴല്ലേ നമുക്ക് trade payable വരുന്നത്. Sorry. Individuals or business that individuals or business to whom business owes money. നേരെ തിരിച്ചാണ്. നമ്മൾ പൈസ കൊടുക്കാനുള്ളത്. Business owes money. These are individuals or businesses to whom our business owes money. Clear? And what is the consequence? Credit purchase ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് trade payables വരുന്നത്. സംഭവം മനസ്സിലായോ? So that is about current liability. Clear? Yes. Bank overdraft ഉണ്ട്. Bank overdraft is when you are able to withdraw amount beyond your account balance. നിങ്ങളുടെ account ബാലൻസിനേക്കാളും കൂടുതൽ amount നിങ്ങൾക്ക് withdraw ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. That is a bank overdraft facility. എല്ലാവർക്കും തരുമോ ബാങ്ക് ഈ ഓപ്ഷൻ? നിങ്ങൾക്കുണ്ടോ ഈ ഓപ്ഷൻ? either എന്നെ പോലെ ബിസിനസ് ഒന്നും നടത്താത്ത ആൾക്കാർക്ക് എനിക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് കാർഡ് കിട്ടും. നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളവർക്ക് എന്ത് കിട്ടത്തുള്ളൂ? ക്രെഡിറ്റ് കാർഡ്. എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ഹിസ്റ്ററി ഉള്ളവർക്ക് കൊടുക്കുള്ളൂ ക്രെഡിറ്റ് കാർഡ്. അല്ല നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? Did you get a call that you get a credit card? What is the reason for that? Is it because you have a very poor credit rating? നിങ്ങൾ മുമ്പ് ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. That is because you don't have a financial record. നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ഇതുവരെ ഇല്ല. സ്വന്തമായിട്ട് ഒരു സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ ആപാട് ഗൂഗിൾ പേയിൽ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പേയ്മെന്റ് അടയ്ക്കും, വീട്ടിൽ കുറച്ച് പൈസ കിട്ടും. ഇതെല്ലാം നിങ്ങളുടെ മെയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. യു ഡോണ്ട് ഹാവ് എ ഫൈനാൻഷ്യൽ റെക്കോർഡ്. നാളെ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാലറി അക്കൗണ്ട് വരും. ആ സാലറി അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ റെക്കോർഡ് വന്നു തുടങ്ങും. Then you will start getting calls for credit card. So വ്യക്തികൾക്ക് ബാങ്ക് ഓഫർ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ്സ് ആണ്. Credit card. So ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അതായത് എനിക്ക് എന്റെ കയ്യിൽ ഒരു 80,000 ക്രെഡിറ്റ് കാർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ഈ തീർക്കാം സ്റ്റേറ്റ്മെന്റ് ഡേറ്റ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇൻട്രസ്റ്റ് കയറി വരും, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് 1%, 2% അല്ല, ആനുവൽ ഇൻട്രസ്റ്റ് 40% വരുന്നതാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതൽ അടച്ചില്ലെങ്കിൽ സമയത്ത് അടച്ചാൽ മതി. ഇതേ ഓപ്ഷൻ ബിസിനസ്സുകൾക്ക് കൊടുക്കും. ബിസിനസ്സുകൾക്ക് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള പേരിലല്ല കൊടുക്കുന്ന, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള, ബാങ്ക് OD എന്ന് പറയും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള ബേസിസിലായിരിക്കും ഇത് കൊടുക്കുന്നുണ്ട്. സെയിം ഫംഗ്ഷൻ തന്നെ ഫോർ ബിസിനസ്സസ് ഇറ്റ് വിൽ ബി ബൈ ദ നെയിം ഓഫ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതാണ് വ്യത്യാസം. ആ ബിസിനസ് കൂടുതൽ എക്സ്പെൻസ് അവർക്ക് ചെലവാക്കാൻ വേണ്ടി പറ്റും ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയിലൂടെ. സമയത്തിനുള്ളിൽ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇൻട്രസ്റ്റോടെ. Is it clear? Okay. Now, moving on.
ഇങ്ങനെ നോക്കിയേ. So current ഇനി ഇതിൽ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്, ഓണർ ക്യാപിറ്റൽ ഉള്ളത്. ഇനി അത് സോൾ ട്രേഡർഷിപ്പ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ ക്യാപിറ്റൽ എന്നായിരിക്കും വിളിക്കുക. ഫോർ എ കമ്പനി വി കോൾ ഇറ്റ് ആസ് നമ്മളെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. So let's take a small example here. This is a small coffee shop. Machine, coffee machine. Asset or current asset? Coffee machine use ചെയ്യുമല്ലോ. And they are not planning to run the business for 12 months. എന്തായാലും അതിൽ കൂടുതൽ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നല്ലേ. So they are planning to use this coffee machine for more than 12 months. ഇത് മറച്ചു വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അസറ്റ് അല്ല. So this is a non-current asset. അവരുടെ എക്യുപ്മെന്റിലേക്ക് വരും. Okay. Asset. Stock is inventory. Current asset or non-current asset? ഇവിടെ എന്തായിരിക്കും സ്റ്റോക്ക്? ഒരു കോഫി ഷോപ്പിൽ എന്തായിരിക്കും സ്റ്റോക്ക് എന്ന് പറയുന്നത്? കോഫി പൗഡർ, മിൽക്ക്, പിന്നെ ബിസ്ക്കറ്റ്സ്, കുക്കീസ്, അതൊക്കെ കൊടുക്കൂലേ. സോ പ്രോബബ്ലി അതായിരിക്കും അവിടുത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പേസ്ട്രീസ്. സോ ഇത് കറന്റ് അസറ്റ് ആണോ നോൺ കറന്റ് അസറ്റ് ആണോ? കറന്റ് അസറ്റ്. ഓസ് സപ്ലയേഴ്സ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ്? നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ഓസ് ദ സപ്ലയർ. ട്രേഡ് പേയബിൾ, നമ്മൾ പൈസ കൊടുക്കാനുള്ളത്. ഓക്കെ, ട്രേഡ് പേയബിൾസ് എത്രയാ? 1000. Current liability or non-current liability? Trade payable will always be a current liability. കാരണം നമ്മൾ 12 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്തിരിക്കണം. ഒരു സപ്ലയർ അതിൽ കൂടുതൽ സാവകാശം നമുക്ക് തരൂല. പിന്നെ ഓണർ ഇൻവെസ്റ്റഡ് ഫണ്ട്. ഓണർ ഇൻവെസ്റ്റഡ് ഫണ്ട് എത്രയാ? Which is called as capital. ഇനി ഇക്വേഷൻ മാച്ച് ആവുമെന്ന് നോക്കിയേ. What is our equation? Asset is equal to capital plus liability. Tell me what is your capital here? 6,000. Do you have a liability? Liability ഉണ്ടോ നിങ്ങൾക്ക്? കറണ്ടോ നോൺ കറണ്ട് ആയിക്കോട്ടെ, ലയബിലിറ്റി ഉണ്ടോ? എത്രയാണ് ലയബിലിറ്റി? 1000 trade payable. What is your asset? 5000 നോൺ കറണ്ട് asset ഉണ്ട്, 2000 സ്റ്റോക്ക് ഉണ്ട്. Is your total asset is equal to capital plus liability? Is the idea clear? So, remember banks. ഇനി നമ്മൾ SOFP കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാങ്ക്സ് SOFP യൂസ് ചെയ്യാറുണ്ട്. സോൾ ട്രേഡർ ബിസിനസ് ആണെങ്കിൽ SOFP കൂടുതലും യൂസ് ചെയ്യുന്ന അവിടുത്തെ ബാങ്ക്സ് ആയിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഒരു ലോൺ എടുത്താൽ ഇവർക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബാങ്ക് നിങ്ങൾക്ക് എന്ത് തരുള്ളൂ? ലോൺ തരുള്ളൂ. സോ ഒരു സോൾ ട്രേഡർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം SOFP ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? ബാങ്ക് ഓർ അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈനാൻസിയേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും ക്ലിയർ ആണല്ലോ? മൂവിങ് ഓൺ ടു, ഇനി ഐ ആം ഗോയിങ് ടു ഷോ യു SOFP. അതായത് നിങ്ങൾ ഇത്രയും നാൾ കണ്ട SOFP കണ്ടിട്ടുള്ളവരുടെ കേസ്. ഓക്കെ, കോമേഴ്സ് സ്റ്റുഡൻസ്, യു ഗൈസ് ഹാവ് സീൻ ദ ടാബുലർ ഫോർമാറ്റ് ഓഫ് SOFP. So ശരിക്കുള്ള SOFP എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, which you have to learn as per IFRS. Your SOFP look something like this. Okay, statement of financial position. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. As at 31st, ഏതെങ്കിലും ഒരു ഡേറ്റ് കാണും. For example, I'm going to say 31st of December 2024. കമ്പനി അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പേര് കൊടുക്കണം. സോ തൽക്കാലം നമുക്ക് ഒരു ABC ലിമിറ്റഡ് എന്ന് കൊടുക്കാം. സോ ഹെഡിങ് ഉണ്ടാവണം. ഹെഡിങ്ങിൽ ക്ലിയർ ആയിട്ട് പറയണം ആസ് അറ്റ്. ഇത് ഏത് പോയിന്റിലേക്കുള്ള SOFP ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഇപ്പൊ നോക്കുന്നത് 31st December 2024 എന്റെ കയ്യിലുള്ള അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ എത്രയാണ്. അതാണ് ഞാൻ ഈ റിപ്പോർട്ടിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൺ 31st of December 2024 എന്റെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്. ദിസ് ഇസ് മൈ റിപ്പോർട്ട് ടു യു. ക്ലിയർ? ഇനി ഡസ് ദാറ്റ് മീൻ ഞാൻ കറക്റ്റ് 31ാം തീയതി ഇരുന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്?
റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടല്ലേ സംഭവിക്കുന്നത്. സോ ദർ ആർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. സോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു അസറ്റ് വാങ്ങുമ്പോൾ തന്നെ ഞാനത് റെക്കോർഡ് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങളുടെ SOFP ഫോർമാറ്റ് എന്തായിക്കോളും, അപ്ഡേറ്റ് ആയിക്കോളും. അപ്പൊ നിങ്ങളിപ്പോ ഏത് ദിവസം നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. ലെറ്റ് സീ ഇഫ് ഐ കൻ ഷോ യു ഫ്രം സോൺ. ഇവിടുത്തെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതായത് നിങ്ങൾക്ക് ഏത് ദിവസത്തെ ബാലൻസ് ആണ് വേണ്ടത് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം പ്രിപ്പയർ ആയിക്കണം. അല്ല നമ്മൾ ആരും മാനുവലി ഇത് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഓക്കെ, ഏത് ദിവസത്തെ ആസ് 31st ഡിസംബർ 31st മാർച്ച് 2025 അസറ്റ് ലൈബിലിറ്റി ബാലൻസ് അല്ലെ SOFP വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കറക്റ്റ് ആയിട്ട് അസറ്റ് ലൈബിലിറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ദിവസത്തെ SOFP എത്രയാണെന്ന് കിട്ടിക്കോളും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ആരും 31st ഡിസംബറിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നില്ല. സംടൈംസ് യു വിൽ ഈവൻ പ്രിപ്പയർ ആഫ്റ്റർ 31st ഡിസംബർ. ചിലപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന മാർച്ചിലായിരിക്കും ഞാൻ പ്രിപ്പയർ. പക്ഷെ അപ്പോൾ എന്റെ തോട്ട് പ്രോസസ് എന്താ, ഡിസംബർ 2024 അസറ്റ് ലൈബിലിറ്റി ബാലൻസ് ആയിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? അല്ലാതെ മാർച്ചിലുള്ളതല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നത്തെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാൻ ഏത് പോയിന്റിന്റെ SOFP ആണോ എന്റെ ഷെയർ ഹോൾഡേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആ ഡേറ്റിലെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് വെച്ചിട്ടായിരിക്കും ഞാനത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. മേ ബി പിറ്റേ ദിവസമായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ആ ഹെഡിങ്ങിൽ ഏത് പീരീഡ് ആണോ പറഞ്ഞത് ആ പീരീഡിന്റെ ആയിരിക്കണം ഞാൻ കാണിക്കുന്നുണ്ടാവുക. അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ലെറ്റ്സ് സേ ഇവിടുത്തെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് എല്ലാ ജൂണിലുമാണെന്ന് വിചാരിച്ചു. ജൂൺ 2025. പക്ഷെ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗ് നടന്നിട്ടുള്ളത് ജൂൺ 2024 എല്ലാ ബോർഡ് മീറ്റിംഗ്സിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ജനുവരി ടു ഡിസംബർ ഡേറ്റയാണ്. അപ്പൊ ഇപ്പൊ ഏത് ഡേറ്റയാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്? 31st ഡിസംബർ 2024 ഡേറ്റയാണല്ലോ നമ്മളിപ്പോ പ്രസന്റ് ചെയ്യണം നമ്മുടെ ബോർഡിന്റെ മുന്നിൽ. പ്രസന്റ് ചെയ്യുന്നത് പിറ്റേ വർഷത്തിന്റെ ജൂണിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഞാൻ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ പ്രിപ്പയർ ചെയ്തത് 31st ഡിസംബർ 2023 വരെയുള്ള റിപ്പോർട്ടാണ്. അപ്പൊ ഈ വർഷത്തെ ബോർഡ് മീറ്റിംഗ് ഞാൻ ഏതായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്? 31st ഡിസംബർ 2024 വരെ. ജൂൺ ഓക്കെ, അതിനേക്കാൾ ഒരു 2 മാസം മുമ്പായിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഒരു ഏപ്രിൽ 2025 പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ദിവസം ഇതാണ് ഈ ഫസ്റ്റ് ഇയറിൽ എന്റെ അസറ്റ് എത്രയാണ്, അതാണ് ഞാൻ എന്റെ ഷെയർ ഹോൾഡേഴ്സ് പ്രസന്റ് ഇൻഫോം ചെയ്യുന്നത്. ക്ലിയറാണല്ലോ? സോ ഐ എം ഗോയിങ് ടു ഡു എ പ്രിപ്പറേഷൻ. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷോ എ കമ്പ്യൂട്ടേഷൻ ഹിയർ. സോ ഇത് 2 സൈഡ് ഒന്നുമില്ല, എല്ലാം ഒറ്റ സൈഡാണ്. ഇറ്റ്സ് 2 സൈഡ് വെച്ചിട്ടല്ലേ, ഇവിടെ ഒറ്റ സൈഡേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് അസറ്റ്സ് ആണ്. ആദ്യം എന്താ ലിസ്റ്റ് ചെയ്യേണ്ടത്? അസറ്റ്സ്. ഓക്കെ, ഇനി അസറ്റിൽ തന്നെ ആദ്യത്തെ പ്രയോറിറ്റി ഏതിനാണ്? നോൺ കറന്റ്. അതിലും ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ട് ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ്സ് ആണ് ആദ്യം എഴുതേണ്ടത്. ദെൻ യു വിൽ റൈറ്റ് ഇൻടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ്സ് എല്ലാം കാണിക്കും എമൗണ്ട്. Then you will show current assets. Current assets എല്ലാം ടാഞ്ചിബിൾ ആണ് കേട്ടോ. കറന്റ് അസറ്റ്സ് ഒന്നും ഇൻടാഞ്ചിബിൾ വരാറില്ല. All tangible itself. The tangible non-current assets, intangible non-current assets. ഇതിന്റെ ടോട്ടൽ ഔട്ടർ കോളത്തില്, പിന്നെ കറന്റ് അസറ്റ് അതിന്റെ ടോട്ടൽ ഔട്ടർ കോളത്തില്, ഇതിന്റെ സം എന്ന് പറയുന്നതായിരിക്കും എന്ത്? ടോട്ടൽ അസറ്റ്സ്. മനസ്സിലായോ? ഓക്കെ, ദിസ് ഇസ് യുവർ ടോട്ടൽ അസറ്റ്സ്. ഇനി ഇതിന്റെ താഴെ യു ഷുഡ് ബി ഷോയിങ് ഇക്വിറ്റി. ഇതൊരു കമ്പനി ആണെങ്കിൽ യു ഷുഡ് ബി ഷോയിങ് ഇക്വിറ്റി. ഇതൊരു സോൾ ട്രേഡർഷിപ്പ് ആണെങ്കിൽ യു ഷുഡ് ബി ഷോയിങ് ക്യാപിറ്റൽ. പക്ഷെ ഞാൻ ഇവിടെ കമ്പനി എഴുതിയത് കൊണ്ട് ഞാനത് ഇക്വിറ്റി ആയിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് എന്തൊക്കെ ഇക്വിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഷെയർ പ്രീമിയം,
റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും. റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും. സോ ഇതാണ് അവരുടെ ടോട്ടൽ ഇക്വിറ്റി വരിക. ഇനി ടോട്ടൽ ഇക്വിറ്റി കഴിഞ്ഞ് ഇതിന്റെ താഴെ തന്നെ this is the total equity. ഇതിന്റെ താഴെ തന്നെ they should be showing their ഇക്വിറ്റിയുടെ താഴെ സംബന്ധം പറയാൻ So just look into a normal SOFP. എഴുതിയാലും കുഴപ്പമില്ല. Just get an idea about a normal SOFP. So this is how it looks. But ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് FR പേപ്പറിലാണ്. FA പ്രിപ്പറേഷൻ ചോദിക്കുന്നില്ല. അതായത് നിങ്ങൾ ഇതിന്റെ കണ്ടുവരുന്നത്. You don't have to do a full-fledged preparation. Non-taxation. ഇന്നത് കാണിക്കുന്നത്. Should you show ഇനി ലയബിലിറ്റി ആണെങ്കിൽ തന്നെ എക്സിഫിക്കേഷൻ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പൊ പഠിക്കേണ്ടത്. Got it? So don't worry about ഈ ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, മൂവിങ് ഓൺ. ഇനി SOPL. SOPL കേസിലേക്ക് വരുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് profit and loss and other comprehensive income. ഡിസ്കസ് ചെയ്തില്ല അത് comprehensive income എന്താണെന്ന്. We only talk about that in some further chapter. Okay, SOP ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾ പ്ലസ് ടു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പഠിച്ചു. സെയിം സാധനം തന്നെ ഇവിടെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. SOPL എന്തായിരിക്കും കാണിക്കുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ്. ഈ പ്രോഫിറ്റ് ആണോ
ഇൻകം കാണിക്കണം, എക്സ്പെൻസ് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് അല്ലേ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. Yes or no? So first you have to show all your incomes, then you have to show all your expenses. അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ലോസ്. So whether the profit during a year. ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലാഭമാണ്. called as gross profit. So what is the meaning of gross profit? ഈ particular business അവരുടെ കോർ ആക്ടിവിറ്റിയിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ബേക്കറി ബിസിനസ് തന്നെ എടുക്കാം. കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബേക്കറി ഐറ്റംസ് വിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ കോർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ പരിപാടിയിൽ നിന്ന് അവർക്ക് ലാഭമാണോ നഷ്ടമാണോ? അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പാടുള്ളത് ഓൺലി സെയിൽസ് റവന്യൂ. അവിടെ നമ്മൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? സെയിൽസ് റവന്യൂ. വേറെ ഒരു വരുമാനമല്ല. ഇവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഈ ബിസിനസിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് അത് എടുക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ബേക്കറി സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം, സെയിൽസ് റവന്യൂ, മൈനസ് ആ സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് വരുന്ന കോസ്റ്റ്, which is called as cost of goods. So അതായത് ഞാൻ 10 പാക്കറ്റ് ബ്രെഡ് വിറ്റ് കിട്ടിയ സെയിൽസ് റവന്യൂ, ആ 10 പാക്കറ്റ് ബ്രെഡ് വാങ്ങാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ എനിക്ക് ചെലവായ എമൗണ്ട് കൂടെയാണ് ഞാൻ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ എന്റെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എടുക്കൂല, റെന്റ് എക്സ്പെൻസ് എടുക്കത്തില്ല. ഇവിടെ എനിക്ക് ബിസിനസ് ആയിട്ട് നിൽക്കുമ്പോൾ എന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്തില്ല. ഓൺലി ഞാൻ കൺസിഡർ ഈ ബേക്കറി ബിസിനസിന്റെ സെയിൽസ് റവന്യൂ. ആ സെയിൽസ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിറ്റ യൂണിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി എനിക്ക് വന്ന കോസ്റ്റും കൂടെയാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ക്ലിയർ? ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രോസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രോസ് പ്രോഫിറ്റ്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രോസ് ലോസ്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങളുടെ കോർ ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ? ഹാവിംഗ് സെഡ് ദാറ്റ് ഞാൻ കുറെ വേറെ മറ്റു പല ഇൻകംസ് എക്സ്പെൻസസ് ഇവിടെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ റെന്റ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ പോലത്തെ എക്സ്പെൻസുകളൊന്നും ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന വരുമാനം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. മറ്റു വരുമാനങ്ങളൊന്നും ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കിട്ടുന്ന സെയിൽസ് പ്രൈസും ആ വിറ്റ ബ്രെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് വന്ന കോസ്റ്റ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? കമ്പയർ ചെയ്യുന്നു. അതിന്റെ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗ്രോസ് പ്രോഫിറ്റ്, നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗ്രോസ്. So please write to your notebook. SOP എന്ന ഹെഡിങ് കൊടുക്കുക. SOP. So how to work it shows the financial performance of the business. All incomes, expenses, net resultant profit or loss. Incomes, expenses, അത് കാരണം വരുന്ന ലാഭമാണ് നഷ്ടം. ഇതാണ് നമ്മൾ ഇവിടെ
resultant profit or loss for a specified period of time. For a period of time. For a specified period of time. It reports all incomes, expenses, and net resultant profit or loss for a specified period of time. അത് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു. ഇൻകംസ് എടുക്കുന്നത് ഒരു മാസത്തെയാണ്, എക്സ്പെൻസ് എത്ര മാസത്തെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, 1 മന്തിന്റെ കൺസിഡർ ചെയ്യാൻ. ലൈക്ക് കമ്പാരിസൺ ആണ്. എന്നിട്ട് ലാഭമാണ് നഷ്ടമാണ് നോക്കുക. ഇവിടെ രണ്ട് പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് അതർ വൺ ഇസ് നെറ്റ് പ്രോഫിറ്റ്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്? കാൽക്കുലേഷൻ വൈസ് പറയുവാണെങ്കിൽ വാട്ട് ഇസ് ഗ്രോസ് പ്രോഫിറ്റ്? സെയിൽസ് റവന്യൂ minus cost of goods sold. Okay, this is called as gross profit. The ചെയ്യുമ്പോൾ നെഗറ്റീവ് വരുവാണ്, gross loss ആണ്. So this is the profit from നിങ്ങൾ എന്ത് സർവീസ് ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് ാണ് നഷ്ടമാണ്. നമ്മൾ വേറെ ഇൻകംസും വേറെ എക്സ്പെൻസസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാറ്റഗറി കൺസിഡറിങ്. ദിസ് ഇസ് എ പ്രോഫിറ്റ് ഫ്രം കോർ ട്രേഡിംഗ്. അപ്പൊ വി ഗൈഡിന്റെ കേസിലാണെങ്കിൽ വി ഗൈഡ് ഇവിടെ ആൾക്കാരെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്തുമാത്രമായിരിക്കും? സ്റ്റുഡൻസിന്റെ അടുത്ത് കിട്ടുന്ന ആ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് മാത്രം. സോ ആ ഫീസ് കൊടുക്കാൻ ഡയറക്ട്ലി വരുന്നത്. ഓക്കെ, ഇവിടെ കാസ്റ്റ് നമുക്ക് റെന്റ് അടയ്ക്കണം. അപ്പൊ അത് ഡയറക്ട് കോസ്റ്റ് ആണ്. ഇവിടെ ഒരു ക്ലാസ് പോലും നടന്നിട്ടില്ലെങ്കിലും പേയ്മെന്റ് വരും. അത് ഡയറക്ട് കോസ്റ്റ് അല്ല. പക്ഷെ ഇവിടെ ക്ലാസ് ലാഭമാണോ നഷ്ടമാണോ എന്നായിരിക്കും അവർ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ഗ്രോസ് പ്രോഫിറ്റ്. The next one is net profit or profit for the year. Net profit for the year and net profit. Other expenses or നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് മൈനസ് അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് അതർ ഇൻകംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് യുവർ നെറ്റ് പ്രോഫിറ്റ്. നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇനി മറ്റ് എക്സ്പെൻസ്, എംപ്ലോയി കോസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്യണം. അതേപോലെ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ ഇൻകം കിട്ടുന്നുണ്ട്. ഈ ബിസിനസ്സിന്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും റെന്റ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നോൺ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ്